നമസ്കാരം. ബി.ജെ.പിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇടം ലഭിക്കാത്തതിനാലും പാർട്ടിക്ക് തന്നെ ആവശ്യമുണ്ട് എന്ന് തോന്നാത്തതിനാലുമാണ് രാജിവെക്കാൻ തീരുമാനിച്ചത് എന്ന് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ദേവൻ. കേരള ബി.ജെ.പിയുമായി തനിക്ക് വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നും എന്നാൽ പാർട്ടിയോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പെട്ടെന്നെടുത്ത തീരുമാനമല്ല ഇത് എന്നും കഴിഞ്ഞ 5-6 മാസമായി താൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 ദേവന്റെ മുൻ രാഷ്ട്രീയ പ്രസ്ഥാനം ബി.ജെ.പിയുമായി ലയിക്കുന്നത്. ലയന സമയത്ത് ചില വാഗ്ദാനങ്ങളും പദ്ധതികളും ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും തന്നെ നടപ്പിലാക്കാൻ പാർട്ടി താല്പര്യം കാണിച്ചില്ല. എങ്കിലും ചേർന്ന സ്ഥിതിക്ക് സത്യസന്ധമായി തുടർന്ന് പ്രവർത്തിക്കുകയും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. 2023 നൽകിയ പാർട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനം 2024 തിരിച്ചെടുത്ത വിവരം ഔദ്യോഗികമായി തന്നോട് അറിയിക്കുക പോലും ചെയ്തില്ല. അപ്പോഴും റിയാക്ട് ചെയ്യാതെ പ്രചരണങ്ങളിൽ പങ്കെടുത്തുവെങ്കിലും പാർട്ടി ഒരു പ്രവർത്തന മേഖല നൽകാത്തതിനാൽ ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് ബോധ്യപ്പെടുകയായിരുന്നു. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പലതവണ ഫോണിലും മെസ്സേജ് വഴിയും ബന്ധപ്പെടാൻ ശ്രമിച്ചു. എങ്കിലും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. ഫോൺ പോലും എടുക്കാതിരിക്കുന്നത് പാർട്ടിക്ക് തന്നെ ആവശ്യമില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നും ഇനി സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ അവർ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കിയാലും അത് തനിക്കൊരു പ്രശ്നവുമല്ല എന്നും ഇനി ഒരു കാരണവശാലും ബി.ജെ.പിയിൽ ഉണ്ടാകില്ല എന്നും ദേവൻ ഉറപ്പിച്ചു പറഞ്ഞു. ബി.ജെ.പിയിൽ ചേരുമ്പോൾ കേരള സ്റ്റേറ്റ് പ്രൊപ്പഗണ്ട സെക്രട്ടറിയുടെ ഇൻഡിപെൻഡന്റ് ചാർജ് തരാമെന്ന വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. കേന്ദ്ര നേതാക്കളെയോ അമിത്ഷായെയോ കണ്ട് സംസാരിക്കാൻ മാസങ്ങളായി ശ്രമിച്ചിട്ടും ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചില്ല. താൻ കേവലം ഒരു സിനിമാ നടനായി രാഷ്ട്രീയത്തിൽ വന്നയാളല്ല എന്നും മറിച്ച് രാഷ്ട്രീയക്കാരനായി സിനിമയിലേക്ക് വന്നയാളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനാൽ നാടിനു വേണ്ടി മാറ്റിവെച്ച സമയം പാഴാക്കാൻ തയ്യാറില്ലാത്തതിനാലാണ് 2 മാസം മുൻപ് തന്നെ രാജിക്കാര്യം അന്തിമമായി തീരുമാനിച്ചത്. അതിനുശേഷവും നേതാക്കളോട് അത്യാവശ്യമായി കാണണമെന്നാവശ്യപ്പെട്ടിട്ടും പ്രതികരണം ഒന്നും തന്നെ ലഭിച്ചില്ല. തൃശൂർ സ്വദേശിയായ ദേവനോട് തൃശൂരിലെ പ്രധാന നേതാവും എം.പിയുമായ സുരേഷ് ഗോപിയുമായി വിഷയം സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവന്നത് സുരേഷ് ഗോപി അല്ലാത്തതിനാൽ അദ്ദേഹവുമായി ഇത് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നായിരുന്നു ദേവന്റെ പ്രതികരണം. ഫണ്ട് വിവാദങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും രാജിക്കത്ത് നൽകിയ ശേഷം വിളിച്ചു ചേർക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജി വാർത്ത പുറത്തു വന്നതോടുകൂടി ബി.ജെ.പിയിലെ പ്രമുഖ നേതാക്കളില്ലെങ്കിലും തന്നോട് താല്പര്യമുള്ള നിരവധി പ്രവർത്തകർ വിഷമത്തോടുകൂടി വിളിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിലെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് വ്യക്തമായ രൂപരേഖയുണ്ട് എന്നും ദേവൻ വ്യക്തമാക്കി. 2004 താൻ രൂപീകരിച്ച കേരള പീപ്പിൾസ് പാർട്ടി പുനരുജ്ജീവിപ്പിച്ചതിലൂടെ അതിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിലവിലുള്ള മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കൊന്നും തന്നെ തനിക്ക് വിശ്വാസമില്ലാത്തതിനാൽ മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല. കഴിഞ്ഞ 2-3 മാസമായി സ്വന്തം പാർട്ടി പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ്. നിലവിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നും തുടർ നടപടികൾ അതിനുശേഷം ആലോചിച്ച് മാത്രം തീരുമാനിക്കുമെന്നും ദേവൻ കൂട്ടിച്ചേർത്തു.